ലോക്കോ പൈലറ്റ് സംഘബന്ധു വൈഭവ് ഭാരതിയുടെ നേതൃത്വത്തിൽ പൊതുസഭയും ശ്രേഷ്ഠവന്ദനവും കൊല്ലത്ത് നടന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിയുക്ത MLA BB ഗോപകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ സുഹൃതം പദ്ധതി ഉദ്ഘാടനവും വയനാട് പുനരധിവാസ നിധി സമർപ്പണവും നടന്നു. സേവന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ ഭാരതീയ ലോക്കോ പൈലറ്റ് സംഘബന്ധു വൈഭവ് ഭാരതിയുടെ രണ്ടാം പൊതുസഭയാണ് കൊല്ലം SNDP ഹാളിൽ നടന്നത്. ചടങ്ങ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ത്യാഗത്തിലൂടെയും സേവനത്തിലൂടെയുമാണ് രാഷ്ട്രത്തെ ഉന്നതിയിലെത്തിക്കേണ്ടതെന്നും രാജ്യത്തിനു വേണ്ടി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഒരു ഗൃഹനാഥന്റെ നിർദ്ദേശം പോലെ നാം കേൾക്കണമെന്നും പറഞ്ഞ അദ്ദേഹം റെയിൽവേ ഉൾപ്പെടെയുള്ള സകല മേഖലകളിലെയും വികസനത്തെക്കുറിച്ചും സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലുള്ള ആളുകൾ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നമ്മളൊരു ആജ്ഞയായി സ്വീകരിക്കേണ്ടതാണ്. അദ്ദേഹം ചില ചുരുക്കലുകളെക്കുറിച്ച്, ചെലവ് ചുരുക്കലുകളെക്കുറിച്ചൊക്കെ നമ്മളോട് പറയുകയുണ്ടായി. ഇന്ധനം ലാഭിക്കാൻ വേണ്ടി, നമ്മളെ വിദേശ നാണയത്തിൻ്റെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുകയുണ്ടായി. ഒരു കുടുംബനാഥൻ്റെ സ്നേഹവായ്പോടുകൂടി, കരുതലോടുകൂടി അദ്ദേഹം അത് പറയുകയും സ്വയം അത് അദ്ദേഹം അനുഷ്ഠിക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ റെയിൽവേ എന്നത് ആളുകളോടെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ മാറ്റം, വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയുടെ, വളർച്ചയുടെ, നമ്മുടെ നാട്ടിൽ വരുന്ന പരിവർത്തനത്തിൻ്റെ, വികസനത്തിൻ്റെ മാറ്റം പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്നൊരു മേഖല റെയിൽവേ ആണ് എന്ന് പറയുന്നത്. വിശിഷ്ടാതിഥിയായ നിയുക്ത ചാത്തന്നൂർ MLA BB ഗോപകുമാർ ആരോഗ്യ പരിരക്ഷയ്ക്കായി വൈഭവ് ഭാരതി ആരംഭിച്ച സുഹൃതം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 11 വർഷമായി മോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയ വികസനത്തെക്കുറിച്ചും ചാത്തന്നൂരിലെ വിജയത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിലും ഒപ്പം ഭാരതത്തിന്റെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും ലോകത്തിലെ ഒരു രാജ്യത്തിനും സമാനമല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ വയനാട് ദുരന്ത മേഖലയിലെ ജനതയ്ക്ക് കൈത്താങ്ങായി പുനരധിവാസ നിധി സമർപ്പണം നടന്നു. സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് D വിജയൻ ഏറ്റുവാങ്ങി. സമാജ സേവനത്തിൽ സേവാഭാരതിയുടെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ശ്രേഷ്ഠവന്ദനം ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിച്ച ലോക്കോ പൈലറ്റ്മാരെ ആദരിച്ചു. വൈഭവ് ഭാരതി പ്രസിഡന്റ് D രമേശ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ BJP സംസ്ഥാന വക്താവ് PR ശിവശങ്കർ, ധർമ്മപ്രചാരകനും കുംഭമേള സംഘാടകനുമായ കൃഷ്ണകുമാർ, വൈഭവ് ഭാരതി ജോയിന്റ് സെക്രട്ടറി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, കൊല്ലം.